ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളുടെ 21 ദിവസത്തെ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമുക്ക് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് അവെയർനെസ് ഓഫ് സെൽഫ് ടോക്കാണ്. അതായത് ഞാൻ എന്താണ് എന്നോട് തന്നെ പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങളോട് എന്താണ് പറയുന്നത്, റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യങ്ങൾ. നമുക്ക് സെൽഫ് ടോക്ക് ഉണ്ടല്ലോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും അല്ലേ, ആത്മഗതം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വെറുതെ ഇരുന്ന് സംസാരിക്കുക, ചിന്തിക്കുക. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയിടുക എന്നുള്ളതാണ് നമ്മൾ ഡേ 2 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡേ 1 നമ്മൾ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ആ ഡേ 2 എന്ത് ഫീലിങ്സാണ് നമുക്ക് ഇതിൻ്റെ പിറകിൽ, ആ ബ്ലോക്കിൻ്റെ പിറകിൽ എന്ത് ഫീലിങ്സാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളുടെ സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ ദിവസം മുഴുവനും പറയുന്ന വാക്കുകളെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ലൈഫിനെ പിറകിലോട്ട് വലിക്കുന്നത് മറ്റുള്ളവരല്ല. നമ്മളെപ്പോഴും പറയും അവർ കാരണം ഇവർ കാരണം എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും അല്ല. എപ്പോഴും നമ്മൾ കാരണമാണ്. പല സമയത്തും നമ്മളുടെ തന്നെ ചിന്തകളും നമ്മളോട് സംസാരിക്കുന്ന രീതിയും കാരണമാണ് നമുക്ക് ലൈഫ് പിറകിലേക്ക് പോകുന്നത്. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന കാര്യവും അതാണ്. ഈ സെൽഫ് ടോക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും അത് നെഗറ്റീവാണെന്ന് അറിയത്തില്ല. കാര്യം അത് നമ്മളെ മനസ്സിൽ വളരെ നോർമലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അതാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളോട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന വാക്യങ്ങളാണ് പിന്നീട് ലിമിറ്റിംഗ് ബിലീഫായിട്ട് മാറുന്നത്. തുടക്കത്തിൽ പറഞ്ഞ് ലിമിറ്റിംഗ് ബിലീഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് അഫർമേഷൻസ് ആയിട്ട് മാറും. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് പറ്റില്ല, ഞാൻ എല്ലാം തുടങ്ങും പക്ഷെ പിന്നെ അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകൂല, ഞാൻ എന്ത് ചെയ്താലും ശരിയാകൂല, എനിക്ക് ഭാഗ്യമില്ല, ആളുകൾ എപ്പോഴും എന്നെ ജഡ്ജ് ചെയ്യും, ഞാൻ ഒരുപാട് വൈകിപ്പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒത്തിരി വൈകിപ്പോയി, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല. അങ്ങനെ നമ്മളോട് തന്നെ സെൽഫായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പല അനുഭവങ്ങളുടെയും പേടിയുടെയും ഷെയിമിൻ്റെയും പിന്നെ താരതമ്യപ്പെടുത്തിയതിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ പതുക്കെ നമ്മളെ മനസ്സിൽ വേരൂന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ചിന്തകൾ പെട്ടെന്ന് മാറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആദ്യം അവയെ കേൾക്കാം. എന്താണ് സെൽഫ് ടോക്ക്, എന്താണ് അതിനെ തിരിച്ചറിയുക. എന്തൊക്കെയാണ് എൻ്റെ സെൽഫ് ടോക്ക് എന്ന് തിരിച്ചറിയുക. അത് കഴിഞ്ഞിട്ട് അത് എഴുതി വെക്കുക. ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫുകൾ, ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഞാൻ ചിന്തിക്കുന്ന എന്തെല്ലാമാണ് എന്നുള്ളത് എഴുതി വെക്കുക. ഇതിനെല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. നമ്മൾ തിരിച്ചറിയാത്ത ഒരു ചിന്തയും നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിക്കുകയില്ല. എന്നാൽ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ മാറ്റവും ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. ഇന്ന് മുഴുവൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നത്, സെൽഫ് ടോക്ക് എന്താണ് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ പോകുമ്പോൾ പേടി തോന്നുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് നമുക്കൊരു സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, അതെന്താണെന്ന് വളരെയധികം ശ്രദ്ധിക്കുക. ആ വാചകങ്ങൾ ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ എഴുതി വയ്ക്കുക. ഇനി നാളെ തൊട്ട് ഈ സെൽഫ് ടോക്കൊക്കെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് പറയുന്ന സെൻറ്റൻസുകൾ, ചിന്തകളാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങൾ, അതായത് പുതിയൊരു കാര്യം തുടങ്ങുമ്പം, ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പം, പണം ചിലവഴിക്കുമ്പം, ആരോടെങ്കിലും സംസാരിക്കുമ്പം, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ പോസ്റ്റ് കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ടോ അത് നോട്ട് ചെയ്യണം. കണ്ണാടിയിൽ നിങ്ങളെ തന്നെ കാണുമ്പം ഒരു എന്തോ പോലെ തോന്നുന്നുണ്ടോ, എന്തെങ്കിലും അറിയാതെ തെറ്റ് സംഭവിച്ചു പോയാൽ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ മടി തോന്നാറുണ്ടോ,
അല്ലെങ്കിൽ വെറുതെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് കുറ്റബോധം തോന്നുന്നുണ്ടോ? ഈ സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത്? എന്താണ് നിങ്ങളുടെ ആ സമയത്തുള്ള സെൽഫ് ടോക്ക് എന്നുള്ളത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതോടൊപ്പം ആ ചിന്ത വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചിന്തയോടൊപ്പം ഒരു ഫീലിങ്സും കൂടെ വരും. നമുക്ക് ചിന്ത മാത്രമായിട്ട് വരില്ല, അതിൻ്റോടൊപ്പം ഒരു ഇമോഷൻ, ഒരു ഫീലിങ്ങും കൂടെ വരും. അത് പേടിയാണോ, ഷെയിമാണോ, കുറ്റബോധമാണോ, ഹോപ്പ്ലെസ്നെസ് ആണോ, ഹോപ്പില്ലാതിരിക്കുക, പ്രതീക്ഷയില്ലാതെ പോകുന്നതാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരമാണോ? അപ്പോൾ അതെന്താണെന്നുള്ളതും കൂടെ എഴുതി വയ്ക്കുക. എല്ലാ സെൽഫ് ടോക്കിനും ഒരു വികാരം ഉണ്ടാവും. ആ വികാരത്തെ തിരിച്ചറിയുന്നതും വളരെ പ്രധാനമാണ്. നമ്മൾ വെറുതെ സെൽഫ് ടോക്ക് ചെയ്യുകയല്ല, അതിനോടൊപ്പം നമ്മളൊരു ഇമോഷൻ കൂടി പുറപ്പെടുവിക്കും. ആ ഇമോഷനാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി അത് നിങ്ങൾ 10 എണ്ണം എഴുതുക. 10 എണ്ണം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന 3 എണ്ണം നിങ്ങളൊരു വട്ടം വരച്ച് വയ്ക്കുക. 3 സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്. ആദ്യം 10 എണ്ണം എഴുതുക. 10 എണ്ണം എഴുതിയതിന് ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങളെ ബാധിക്കുന്ന 3 എണ്ണം എഴുതുക. ഈ 3 ചിന്തകൾ തിരഞ്ഞെടുക്കാൻ എന്താണ് റീസൺ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഏത് ചിന്തയാണ്, ഈ 10 എണ്ണത്തിൽ ഏത് ചിന്തയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എനർജി നഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് ഫീലിങ്സ് ഉണ്ട്, പേടിയാണോ, എന്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഇതിലേത് ലിമിറ്റിംഗ് ബിലീഫാണെന്ന് എഴുതുക, സർക്കിൾ ചെയ്യുക. ഏത് ചിന്തയാണ് ആക്ഷൻ എടുക്കാതെ നമ്മളെ പിറകിലോട്ട് വലിക്കുന്നത്, ഏത് ചിന്തയാണെന്ന്, ഏത് ചിന്തയാണ് സത്യം എന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സത്യം എന്ന് വിശ്വസിക്കുന്ന കുറേ ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. അതിലേതാണ് നിങ്ങൾ സത്യം എന്ന് വിചാരിക്കുന്നത്? അതായത് ഇപ്പം എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് വിശ്വാസമായ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്, അല്ലേ? എനിക്കിത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല, അല്ലേ? നിങ്ങൾ പലരും വിചാരിക്കുന്നില്ലേ? അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നത് നമുക്ക് സത്യമായിട്ട് നമ്മൾ ഉപബോധ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ചിന്തയാണ്. അപ്പോൾ അത് നിങ്ങൾ 3 എണ്ണം വട്ടം വരയ്ക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ 3 ലിമിറ്റിംഗ് ബിലീഫിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. ഇന്നത്തെ ഇത് മനസ്സിലായല്ലോ. നിങ്ങളുടെ സെൽഫ് ടോക്ക്, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് സ്വയം സംസാരിക്കുന്നത്, ഏത് വികാരമാണ് നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളത് എഴുതിയിടുക. 10 എണ്ണം ആദ്യം എഴുതുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന 3 എണ്ണം സർക്കിൾ ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പം നാളെ രാവിലെ 11:15 വീണ്ടും 3ാമത്തെ ഡേ 3 ടാസ്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ടാസ്ക് ചെയ്തിട്ട് താഴെ കമൻറ്റ് ഇടണേ, ടാസ്ക് ചെയ്തു എന്ന്. ഓക്കെ.